ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ വീണ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. കേറ്ററ്റ് എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണിത്. നമ്മൾ ടീച്ചേഴ്സ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും വ്യത്യസ്തരായിരിക്കും. അതുകൊണ്ടാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റിന് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. 1. ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല. ജനനം മുതൽ അഡൾട്ട്ഹുഡ് വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുകൊണ്ട് പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2. ഡെവലപ്മെൻറ്റ് ഈസ് ഗ്രാജുവൽ. കുട്ടിയുടെ വളർച്ച സഡൻ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സല്ല, വളരെ സ്ലോ ആയും സ്റ്റഡിയായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3. ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. ചില കുട്ടികൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കും, ചില കുട്ടികൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യരുത്. എല്ലാ കുട്ടികളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. 4. ഡെവലപ്മെൻറ്റ് ഫോളോസ് എ പാറ്റേൺ. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഫോളോ ചെയ്താണ് പോകുന്നത്. അതായത് ഈ കുഞ്ഞു കുട്ടികളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അവരാദ്യം എന്താണ് ചെയ്യുന്നത്? ക്രൗളിങ് ചെയ്യുമല്ലേ, അതായത് ഇഴയും. പിന്നെയോ വാൾക്കിംഗ്, നടക്കും. പിന്നെ റണ്ണിങ്, ഓടും. ഈ ഒരു ഓർഡർ ഒരിക്കലും മാറിപ്പോവില്ല. ഇതേ ഓർഡറിലായിരിക്കും എല്ലാ കുട്ടികളും വളർന്നു വരുന്നത്. 5. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവയോൺമെൻറ്റ്. അതായത് വീട്, സ്കൂള്, ടീച്ചർ, ഫ്രണ്ട്സ്, സറൗണ്ടിങ്സ്, ഇതൊക്കെ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. നല്ല എൻവയോൺമെൻ്റ് ആണെങ്കിൽ നല്ല ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 6. ഡെവലപ്മെൻറ്റ് ഇൻവോൾവ്സ് ലേണിംഗ്. കുട്ടി പഠിക്കുന്നത് മാത്രമല്ല, അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ നിന്നും ലേണിംഗ് ഉണ്ടാകുന്നു. ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നതിൽ ഇവിടെ വളരെ വലിയ ഒരു റോള് ടീച്ചർക്കുണ്ട്. ഫ്രണ്ട്സ്, ഈ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിയാൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി ഒരു ടഫ് സബ്ജക്റ്റേ അല്ല. എക്സാമിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ നോട്ട് എഴുതി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. 2-3 പ്രാവശ്യം കേട്ട് മനസ്സിലാക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം മാത്രം ഓർക്കുക, അടുത്ത കേറ്ററ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ ഡെയിലി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സ്മോൾ എഫേർട്ട് മാത്രം മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. എക്സാമിൽ ഷുവർ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കാണിത്. അപ്പോൾ അതെല്ലാവരും മിസ് ചെയ്യാതെ കാണുക. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണും വരെ ബൈ ബൈ.